ആരോഗ്യമന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരും. കഴുത്തിനേറ്റ ക്ഷതം കാരണം കടുത്ത വേദന അനുഭവപ്പെടുന്നതിനാലാണ് ചികിത്സ തുടരാനുള്ള തീരുമാനം. മന്ത്രി ആക്രമിച്ചെന്ന പരാതിയിൽ CCTV ദൃശ്യം ശേഖരിക്കാനുള്ള നടപടി റെയിൽവേ പോലീസ് ആരംഭിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും വിദഗ്ധ ഡോക്ടർമാരും അടങ്ങിയ സംഘമാണ് രാവിലെ ആരോഗ്യമന്ത്രിയെ വിശദമായി പരിശോധിച്ചത്. MRI പരിശോധനയിൽ കഴുത്തിന് ക്ഷതമുണ്ടായ കാര്യം സ്ഥിരീകരിച്ചിരുന്നു. ഈ ക്ഷതം കാരണമാണ് വേദന അനുഭവപ്പെടുന്നതെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. നാളെ കൂടി കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നാണ് വിദഗ്ധ ഡോക്ടർമാരുടെ വിലയിരുത്തൽ. രക്തസമ്മർദ്ദവും മറ്റ് ആരോഗ്യനിലയും സാധാരണ നിലയിലാണ്. കരിങ്കുടി കാണിക്കുന്നതിന്റെ മറവിൽ KSU പ്രവർത്തകർ ശാരീരികമായി ആക്രമിച്ചെന്ന ആരോപണത്തിൽ മന്ത്രിയും CPM-ഉം ഉറച്ചു നിൽക്കുന്നുണ്ട്. ആക്രമണം നടന്നു എന്ന കാര്യം നിലവിലെ ദൃശ്യങ്ങളിൽ നിന്ന് ഇതുവരെ സ്ഥിരീകരിക്കാൻ റെയിൽവേ പോലീസിന് സാധിച്ചിട്ടില്ല. ഇതിനകത്ത് വ്യക്തത വരുത്താനാണ് റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം മന്ത്രിയുടെയും CPM-ന്റെയും വാദം പൊള്ളയാണെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടാൽ 1 പവൻ സ്വർണം സമ്മാനമായി നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മീഡിയ 1 കണ്ണൂർ.